എന്തോന്നടേ ഇത്? നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ മനുഷ്യാവകാശം എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ? എല്ലാ ആളുകൾക്കും തുല്യ നീതി ആയിരിക്കണ്ടേ? ഇതെന്ത്? ഒരാൾക്ക് ഒരു നീതി, മറ്റൊരാൾക്ക് വേറൊരു നീതിയാ. ഒരേ കാര്യത്തിൽ രണ്ടാൾക്ക് രണ്ട് നീതിയാ. അത് ആര് തന്നെ ആയിക്കഴിഞ്ഞാലും ഇത് വെച്ച് ഉറപ്പിക്കാനാവില്ല കേട്ടോ. പറഞ്ഞു വന്നത് നമ്മളെ കൃഷ്ണകുമാർ, BJPയുടെ കൊല്ലത്തെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇന്നലെ ഒരു കോളേജിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെയുള്ള വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനെ തടഞ്ഞ്. എന്താണെങ്കിലും കൃഷ്ണകുമാർ സാറ് എൻ്റെ വീട്ടിലും ചാണകം, എൻ്റെ നാട്ടിലും ചാണകം, ഈ നാട് മൊത്തം ചാണകം എന്ന് പറഞ്ഞതാണെങ്കിൽ കൂടി നീതി നിഷേധിക്കുന്നുണ്ടെങ്കിൽ, ഒരേ കാര്യത്തിൽ രണ്ടാളുകൾക്ക് രണ്ട് നീതിയാണ് നടപ്പിലാക്കുന്നതെങ്കിൽ അതിനെതിരെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ കൃഷ്ണകുമാർ സാറ് ഇന്നലെ ഒരു കോളേജിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ തടഞ്ഞ്, ഇവിടെ ഈ പരിപാടി നടക്കൂല എന്ന് പറഞ്ഞിട്ട്. SFIക്കാരാണ് തടഞ്ഞത് എന്നാണ് കൃഷ്ണകുമാർ സാറ് പറയുന്നതെങ്കിലും ആരാ തടഞ്ഞത് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയൊന്നുമില്ല. വിദ്യാർത്ഥികൾ തടഞ്ഞ് ABVPക്കാർ അതിനെ എതിർത്ത് സംസാരിച്ച് രണ്ടുപേരും കൂടിയിട്ട് പൊരിഞ്ഞ തല്ല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരണയടി. ഈ ഒരു വീഡിയോ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ച്, ഇത് തെണ്ടിത്തരാണ് ചെയ്യുന്നത്. അത് BJP ആയിക്കഴിഞ്ഞാലും CPM ആയിക്കഴിഞ്ഞാലും കോൺഗ്രസ് ആയിക്കഴിഞ്ഞാലും വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കഴിഞ്ഞാലും ഒരേ കാര്യത്തിൽ രണ്ട് നീതി നടപ്പാക്കുന്ന കാര്യം, രണ്ട് രീതിയിൽ ആ കാര്യത്തെ നമ്മൾ നോക്കിക്കാണുന്ന സ്വഭാവം ശരിയായിട്ടുള്ളൊരു സ്വഭാവമല്ല. അത് BJPക്കാർ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാലും മറ്റൊരു ഏത് പാർട്ടിക്കാർ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ വേറെ ഏതൊരു കാര്യത്തിലായി കഴിഞ്ഞാലും എല്ലാ ആളുകൾക്കും ഒരേ നീതിയായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് വിചാരിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. വീഡിയോ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ കുറച്ചൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ചെറുതായൊന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണകുമാർ സാർ വന്നത് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇതിൽ ചെറിയ നൂലാമാലകളുണ്ട്. എന്തായാലും കൃഷ്ണകുമാർ സാറിൻ്റെ വായിൽ കൃഷ്ണകുമാർ സാർ പറയുന്നത് എന്താണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. സംഘർഷം നടന്നതിനെ പറ്റിയല്ല എൻ്റെ പരാതി ഇത്രേ ഉള്ളൂ. എൻ്റെ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടി നടന്നതിൻ്റെ അല്ല. അതായത് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും കോളേജിനകത്ത് പ്രവേശനം കൊടുക്കുന്നു. പക്ഷെ നമ്മൾ വരുമ്പോഴത്തേക്ക് പ്രവേശനം പാടില്ലെന്ന് വലിയ തടയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് SFIയുടെ സ്റ്റുഡൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റ് രണ്ട് പാർട്ടികൾക്ക് കയറാം, ഇവിടെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് അകത്ത് കയറാൻ പാടില്ല. ഇതാണ് എൻ്റെ പരാതി. അങ്ങനെയല്ല പറഞ്ഞത് എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. BJPയുടെ സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാലും മറ്റു രണ്ട് സ്ഥാനാർത്ഥികളായി കഴിഞ്ഞാലും അവിടെ വന്ന് പോകുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികളെ മാത്രം തടയുന്നത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല. അതെന്തായാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വേറെ ചെറിയ കളികൾ കൂടിയുണ്ട്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും കൃഷ്ണകുമാർ സാറ് പറഞ്ഞ് തീർക്കട്ടെ കാര്യം എന്താണെന്നുള്ള കാര്യം. അതിനുശേഷം ബാക്കിയുള്ള കാര്യം പറയാം. ഇതാണ് നമ്മുടെ പരാതി. വേറെ ഒന്നുമില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കോളേജിൽ വോട്ട് ചോദിക്കാൻ നമ്മൾ വരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് ഭാരതത്തിൽ എവിടെയും നമുക്ക് പോയി ചോദിക്കാം. ഇതൊരു കോളേജാണ്. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ വന്ന് വോട്ട് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വിഭാഗം പിള്ളേർ പറഞ്ഞു കോളേജിൽ കയറാൻ പറ്റില്ല, വോട്ട് ചോദിച്ചു. പെട്ടെന്ന് അവർ തമ്മിൽ അങ്ങോട്ട് അടിയായി, ഇരു വിഭാഗം തമ്മിൽ. നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. എന്തുകൊണ്ട് കോളേജിൽ കയറാൻ പറ്റുന്നില്ല? അതിൻ്റെ റീസൺ ഇപ്പോഴും ആർക്കും പിടിയിട്ടുന്നില്ല. അതായത് BJPയുടെ സ്ഥാനാർത്ഥിക്ക് ഇവിടെ ഈ കോളേജിൽ കയറാൻ പാടില്ല. ഇതാണ് അവർ പറയുന്ന കാര്യം. എന്താണ് കോളേജിൽ കയറാൻ പറ്റുന്നത് നമുക്കും മനസ്സിലായിട്ടില്ല, അവർക്കും മനസ്സിലായിട്ടില്ല. ഒരിഞ്ഞ അടി നടക്കുന്നു. അപ്പോൾ എനിക്ക് വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അടി ഉണ്ടാക്കും. ഈ അടി കൊടുത്തവനും അടി വാങ്ങിയവനും അനുഭവിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അടി കൊണ്ടവന് കണ്ണിലങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ ചോര ഒഴുകുന്നുണ്ട്. അതെ. അപ്പോൾ അത് ഇപ്പോൾ എന്താ പറ്റുന്നത്? ആ പയ്യൻ്റെ വല്ല കണ്ണൂരം പോയിട്ട് എന്താ പ്രശ്നം ആലോചിക്കുക? ജീവിതകാലം മുഴുവൻ അനുഭവിക്കും. ഈ അടിച്ചവനോ പോലീസ് കേസിൽ പെട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുകയും ചെയ്യും. ഒരു പാസ്പോർട്ട് പോലും എടുക്കാൻ പറ്റില്ല പോലീസ് കേസ് വന്നാൽ. അതുകൊണ്ട് കോളേജിലെ സംഘർഷത്തിനോട് വിയോജിപ്പാണ്. അത് ഏത് പാർട്ടിയായിട്ട് ആരുമായിക്കോട്ടെ സംഘർഷം പാടില്ലെന്ന് തന്നെ പറയുന്നത്. കോളേജ് അധികൃതർ എന്താ ചോദിച്ചിട്ടില്ല. അതിന് ശേഷം എനിക്ക് സംസാരിക്കണം അദ്ദേഹത്തോട്. സ്റ്റാഫ് റൂം അവരറിഞ്ഞ് ഈ ബ്ലോക്കിൽ അറിഞ്ഞിട്ടില്ല. രണ്ട് ക്യാമ്പസ്. നാട്ടിലും ചാണകം വീട്ടിലും ചാണകം, ഈ ലോകം മൊത്തം ചാണകം ആണം എന്ന് പറഞ്ഞതാണെങ്കിലും കൃഷ്ണകുമാർ സാറ് ലാസ്റ്റ് പറഞ്ഞ കാര്യത്തിൽ കുറച്ച് കാര്യം ഇല്ലാതില്ല കേട്ടോ. കാരണം അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ആരും ഉണ്ടാവില്ല. അടിയായി കഴിഞ്ഞാലും ഇനി വേറെന്തെങ്കിലും പരിക്ക് നല്ല രീതിയിൽ പറ്റിയതാണെങ്കിലും വേറെ ഏത് രീതിയിലായി കഴിഞ്ഞാലും ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോ അവരുടെ ആളുകളോ അവസാന ഘട്ടം വരെ ഒരുത്തന് വേണ്ടിയിട്ടും ഉണ്ടാവില്ല. അവനവൻ അനുഭവിക്കേണ്ടത് അവനവൻ തന്നെ അനുഭവിക്കണം. ആ പറഞ്ഞ കാര്യത്തിൽ കൃഷ്ണകുമാർ സാറിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ വോട്ട് അഭ്യർത്ഥിക്കാൻ വന്നപ്പോഴാണ് ഇവർ തടഞ്ഞത്, അത് തമ്മിൽ അടി കഴിഞ്ഞ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൃഷ്ണകുമാർ സാർ പറയുന്നത്. പക്ഷേ സത്യാവസ്ഥ അതല്ല. സത്യാവസ്ഥ മറച്ചുകൊണ്ടാണ് കൃഷ്ണകുമാർ സാറ് കാര്യം പറയുന്നത്. വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കൃഷ്ണകുമാർ സാർ അവിടെ വന്നത്. അത് ആദ്യത്തെ ഒരു കാര്യം. പിന്നെ ബാക്കിയുള്ള കാര്യം എന്താണെന്നുള്ള കാര്യം നമ്മുടെ അവിടുത്തെ ഒരു വിദ്യാർത്ഥി തന്നെ വിവരിക്കുന്ന ഒരു വീഡിയോ കൂടിയുണ്ട്. അതും കൂടിയും കേട്ടു നോക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. പൂർവ്വം തടയാൻ വന്നതൊന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് ഇന്നലെ വരെയും പറഞ്ഞു. ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ഇവിടെ വരുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. കൃഷ്ണകുമാറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടുത്തെ 3 യൂണിയൻ മെമ്പേഴ്സ് വെറുതെ അല്ല.
ഈ ജനറൽ സെക്രട്ടറിയാണ് ഈ പരിപാടി നടത്തുന്ന ഫണ്ട് കൈമാറണമെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ ഒപ്പ് വേണം. ഈ ജനറൽ സെക്രട്ടറിയുടെ അടുത്ത് പോലും പറയാതെ ഈ പരിപാടിക്ക് ഇന്നലെ വരെയും പ്രിൻസിപ്പാൾ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞ പരിപാടി പെട്ടെന്ന് രാവിലെ അവരുടെ കാൻഡിഡേറ്റ് വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പറഞ്ഞാൽ അത് ശരിയായ പ്രവണതയല്ല. ഞങ്ങളടുത്ത് ആലോചിക്കാം, ഞങ്ങളടുത്ത് ഒരു വാക്കും പറഞ്ഞിട്ടില്ല, ഞങ്ങളടുത്തൊന്നും പറഞ്ഞില്ല. അവർ അവരുടെ ഇഷ്ടത്തിന് പോലെ അവിടെ കാൻഡിഡേറ്റിനെ കൊണ്ടുവരികയായിരുന്നു. അതിനെയാണ് നമ്മൾ ചേർത്ത്. അല്ലാതെ വോട്ട് ചോദിക്കുന്നതിന് ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥികളെ വിലക്കിട്ടില്ല. ഇത് സംഘടന നിരോധിച്ചിട്ട് ക്യാമ്പസ് അല്ല, സംഘടന നിൽക്കുന്ന ക്യാമ്പസാണ്. സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ആ കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഇന്നലെ വരെ ആ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിൻസിപ്പാൾ ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ആ കോളേജിലെ യൂണിയൻ 3 ആളുകൾ ചേർന്നിട്ടുള്ള യൂണിയനാണ്. ഈ 3 യൂണിയനും ചേർന്നിട്ടുള്ള ആളുകളാണ് ഈ ഫംഗ്ഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരോടൊന്നും ചോദിക്കാതെ, അവരോടൊന്നും ആലോചിക്കാതെ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിറ്റേന്ന് രാവിലെയാണ് ഇവരറിയുന്നത് കൃഷ്ണകുമാർ സാറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതെന്നും ഉദ്ഘാടനത്തിന് ശേഷമാണ് വോട്ടഭ്യർത്ഥന എന്നുമാണ്. അപ്പോൾ വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല വന്നത്. വോട്ടഭ്യർത്ഥിക്കാൻ വന്നിരുന്നുവെങ്കിൽ മറ്റ് 2 സ്ഥാനാർത്ഥികളെ പോലെ തന്നെ ഈ ഒരു സ്ഥാനാർത്ഥി അവിടെയുള്ള വിദ്യാർത്ഥികൾ കാണുമായിരുന്നു. ഇവരിങ്ങനത്തെ ഉഡായ്പകൾ കാണിക്കുന്നത് കൊണ്ടാണ് ആളുകൾ വെറുക്കുന്നത്. ഇവരിങ്ങനത്തെ ഉഡായ്പകൾ, ഇങ്ങനത്തെ ഓരോരോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടികളൊക്കെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തയിൽ വന്നിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരുന്നിട്ട് സംസാരിക്കുകയും ചെയ്യും. തെറ്റിദ്ധരിപ്പിച്ചതാരാ ശരിക്കും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാരാ? ഒരൊറ്റൊരു കാര്യമേ ചോദിക്കാനുള്ളൂ. ഈ ഒരു കാര്യത്തിൽ കൃഷ്ണകുമാർ സാറിനോ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കോ പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ ഈ ആളിങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്ന് തീരുമാനിച്ച ആളുകൾക്കോ ഈ യൂണിയനിലെ എല്ലാ ആളുകളായിട്ട് ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ട് എടുത്താൽ പോരായിരുന്നോ? പിന്നെ രണ്ടാമത്തെ വേറെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോളേജിലുള്ള ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വരണ്ടെങ്കിൽ ആ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആൾക്ക് എന്തുണ്ടായിരിക്കണം? എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം. കൃഷ്ണകുമാർ സാറിന് എന്ത് സ്ഥാനമാണുള്ളത്? കൃഷ്ണകുമാർ സാർ BJPയുടെ ഒരു സ്ഥാനാർത്ഥി എന്നതിലുപരി വേറെ എന്ത് സ്ഥാനമുള്ള? മറ്റ് 2 സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ചിട്ട് മറ്റ് 2 സ്ഥാനാർത്ഥികളും ഒരാൾ MLA ആണ്, ഒരാൾ MP ആണ്, ജനപ്രതിനിധികളാണ്. കൃഷ്ണകുമാർ സാർ എന്ത് പ്രതിനിധിയാണ്? ജനപ്രതിനിധിയാതോ അല്ല, വേറെ എന്ത് സ്ഥാനമാണുള്ളത് കൃഷ്ണകുമാറിന്? ഒരു സ്ഥാനവും ഇല്ലാതെ വെറും BJPയുടെ സ്ഥാനാർത്ഥി മാത്രമായിട്ടുള്ള ഒരാൾ വന്നിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനെയാണ് അവിടെയുള്ള ആളുകൾ എതിർത്തത്. ഒന്ന്. രണ്ടാമത്, അവരോട് ആലോചിക്കുക കൂടി ചെയ്യാതെ ഈ ഒരു പരിപാടിയിലേക്ക് കൃഷ്ണകുമാറിനെ വിളിച്ച് വരുത്തിയതിനെയാണ് എതിർത്തത്. അല്ലാതെ വോട്ടഭ്യർത്ഥിക്കാൻ വന്നതിനെയാണ് എതിർത്തത്. വോട്ട് ചോദിച്ചിട്ട് BJPക്കാർക്ക് മാത്രം ഒരു സ്ഥലത്ത് പോകാൻ പാടില്ലേ, മറ്റ് 2 പാർട്ടിയിലുള്ള ആളുകൾക്കും പോകുന്നതിന് ഒരു എതിർപ്പുമില്ല, ഞാൻ വരുമ്പോൾ എൻ്റെ പാർട്ടിക്കാർ വരുന്നേരം മാത്രമേ പ്രശ്നമുള്ളൂ എന്നുള്ള വ്യാജ പ്രചരണം നിർത്തുക. ആ വ്യാജ പ്രചരണം ശരിയല്ല. ഇങ്ങനെയുള്ള ഉഡായ്പകൾ കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ ഇവിടെയുള്ള ആളുകൾ അടുപ്പിക്കാത്തതിൻ്റെ മെയിൻ കാരണം അതാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള ഉഡായ്പകൾ മാത്രമേ കാണിക്കുള്ളൂ. ഇനിയെങ്കിലും ഉഡായ്പൊന്നും കാണിക്കാതിരിക്കുക എന്ന് ഉപദേശിച്ചു കഴിഞ്ഞാലും അത് നിങ്ങളെ കൊണ്ടാവൂല എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് ഒരു നഗ്ന സത്യമാണ്. അതെന്തായാലും നിങ്ങളെ കൊണ്ടാവൂല പൂർണ്ണമായിട്ടും ഉഡായ്പൊന്നും കാണിക്കാണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ ഉഡായ്പ് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വ്യാജ പ്രചരണം നിർത്ത്. വ്യാജ പ്രചരണത്തിന് ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് വ്യാജമാണ് എന്ന് തിരിച്ചറിയാനുള്ള വഴികൾ ഇന്ന് ഒരുപാടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കോ.